ഭോജ്പുരി സിനിമ ലോകത്തുള്ള 25 കോടി ജനങ്ങളാണ് കാണുന്നത്. പക്ഷേ താങ്കളുടെ സിനിമ കാണുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, നിന്റെ മാറ്, നിന്റെ ഇടുപ്പ്, നിന്റെ ശരീരം, നിന്റെ ബ്ലൗസ്, നിന്റെ സാരി. ഇത് വളരെ കറക്റ്റായ ഒരു സ്ഥലമാണ്, അങ്ങനത്തെ ഉള്ളൊരു സ്റ്റേജാണ്. ഇവിടെ ഞാനിത് പറയുവാണെങ്കിൽ ഈ മുഴുവൻ ലോകത്തിന് ഇത് അറിഞ്ഞതുപോലെയാണ്. ഇതൊരു വലിയ ചതിയാ, ഭോജ്പുരിയുടെ പേര് നശിപ്പിക്കാൻ. പിന്നെ അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഞങ്ങളുടെ പടമൊക്കെ 1 കോടി തീർക്കും. മറ്റുള്ള സിനിമകളൊക്കെ നോക്കുവാണെങ്കിൽ 10, 15, 20, 50, 100 കോടിയുടെ എടുക്കും. പിന്നെ തിയേറ്ററിൽ ഞങ്ങളുടെ സിനിമയൊക്കെ ഇടില്ലേ ഈ ഭോജ്പുരിയിൽ, ആ സമയത്ത് തന്നെ ഈ 100 കോടിയുടെ സിനിമ റിലീസാവുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമ റിലീസാവുക, നിങ്ങൾ നിറുവിൻ്റെ സിനിമ ഒരിക്കലും ഇടാൻ പാടില്ലെന്നൊക്കെ, ദയവീത് ആ സിനിമ ഇടാനേ പാടില്ലെന്നൊക്കെ. അവർക്ക് എന്ത് തോന്നും, അവരെങ്ങനത്തെ ഒരു സിനിമ എടുത്തേക്കുന്നത്? അതുകൊണ്ട് ഇവിടെ വലിയ സൂപ്പർ സ്റ്റാറുടെ സിനിമ പോലും ഓടിയിട്ടില്ല. അതൊക്കെ കാണാനോർത്ത് അവിടെ പോയി കാണുമ്പോഴായിരിക്കും അറിയുന്നത് വളരെ നല്ല പടങ്ങളാണ് എടുത്തേക്കുന്നതെന്ന്. ഒരു അടിപൊളി സിനിമയായിരിക്കും അതെന്നൊക്കെ. അപ്പം അവരെങ്ങനെയൊക്കെയാണ് ഡീഗ്രേഡ് ചെയ്യേണ്ടതെന്ന്. സോ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മീഡിയയിൽ, പിന്നെ എല്ലാ ഇൻ്റർവ്യൂവിലും, എല്ലാ സെക്ടാറിലും ഭോജ്പുരി സിനിമയെക്കുറിച്ച് തെറ്റായിട്ടും പറഞ്ഞ് അവർ ഇഷ്ടത്തിന് സംസാരിച്ച് അവർ ആ സിനിമയെക്കുറിച്ച് നാണം കെടുത്തും. ഈ മുഴുവൻ നാട് തീരുമാനിക്കട്ടെ, നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജഡ്ജ് തീരുമാനിക്കട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാട്ടിൽ ഒരു ഉയരുണ്ടെന്നൊക്കെ. അപ്പൊ അവരുടെ പാട്ടിൽ എന്ത് കാണും? ഉയരേ ഉയരേ എന്റെ വീട്ടിലെ മടിയിലും വന്നിരുന്ന്. അതൊന്നും വൾഗാരിറ്റി അല്ല, അത് വൾഗാരിറ്റിയേ അല്ല. അല്ലല്ല, അവരുടെ പാട്ടിൽ എന്തുണ്ടാവും? ഞങ്ങളുടെ പാട്ടിൽ ഇതാ ഇത്രയൊക്കെ കാണിച്ചിട്ടുള്ളൂന്ന്. ഭാര്യ പുറത്തു പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവൾ എന്താ പറയുന്നതെന്ന് വെച്ചാല്, हाथ पहुंचत नहीं खे जाता रूक राजा जी, लगाए दें चोलिया के हुक राजा जी.